വൻ ഭൂരിപക്ഷത്തിന് ഏറ്റവും ഭൂരിപക്ഷത്തിന് പഞ്ചായത്തിൽ തന്നെ ഏറ്റവും ഞാൻ ഇന്ന് സ്ഥാനാർത്ഥിയായി പെട്ടെന്ന് വന്ന് കുപ്പായിട്ട് വന്ന ആളല്ല. 10 വർഷമായിട്ട് ഈ വാർഡിലെ എല്ലാ മുക്കും മൂലയിലും എല്ലാ പിന്നെ സ്ഥലങ്ങളും റോഡാണെങ്കിലും എല്ലാതും ചെയ്തിട്ടുണ്ട്. കുപ്രചാരണം അവര് പലതും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം പറയും. എതിരാളികൾക്ക് എന്തും പറയാലോ. കാരണം നമ്മൾ ചെയ്തത് അവിടെയുള്ള ജനങ്ങൾക്ക് അറിയാം. ഉഷാറാണ്. ഞങ്ങൾ 100% 100% ഞങ്ങളെ സവാക്ക കൈപ്പത്തി ചിഹ്നത്തിൽ ഞങ്ങൾ മത്സരിപ്പിച്ച് ഞങ്ങൾ ജയിക്കും. 100% ഉറപ്പ്. 100% ഉറപ്പ് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് മുസ്തഫാക്കും വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. നഗർ ലൈവ് തിരഞ്ഞെടുപ്പ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കൊളപ്പുറം നോർത്ത് UDF സ്ഥാനാർത്ഥി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട് പ്രചരണ വേളയിൽ. ഇപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. 4ഉം 5ഉം റൗണ്ടുകളൊക്കെ പൂർത്തീകരിച്ചു. ഇനി ലാസ്റ്റ് റൗണ്ടിലാണ്. ഇനിയും ഇതുവരെ നടന്നതിൽ നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും. ഈ വാർഡിലുള്ള ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏകദേശം ഇപ്പം നമ്മൾ ഈ വാർഡ് എടുക്കുകയാണെങ്കിൽ ഏതൊക്കെ പ്രദേശങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? നിലവിലുള്ള 15ാം വാർഡും 16ാം വാർഡും കൂടിയിട്ടാണ് പുതിയതായിട്ട് 19ാം വാർഡ് നിലവിൽ വന്നിട്ടുള്ളത്. ഈ കൊളപ്പുറം നോർത്തിൽ വൻ പോരാട്ടം നടക്കുകയാണ്, കനത്ത പോരാട്ടം നടക്കുകയാണ്. സോഷ്യൽ മീഡിയയിലും അതുപോലെ ഒരുപാട് സോഷ്യൽ ഹാൻഡിലൊക്കെ ചർച്ചയായിട്ടുള്ളത്. എന്ത് തോന്നുന്നു, കടുത്ത പോരാട്ടം ഉണ്ടോ? ഇല്ല, അങ്ങനെ കടുത്ത പോരാട്ടമില്ല. കാരണം ഇത് UDFന്റെ കുറച്ച കോട്ടയാണ്. UDF ക്യാമ്പ് തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ്. ഈ കൊളപ്പുറം നിവാസികളോട്, ഈ വോട്ടർമാരോട് എന്താണ് മെയിനായിട്ട് പറയാനുള്ളത് വെച്ചാൽ ഇത് 10 വർഷമായിട്ട് ഈ 15ഉം 16ാം വാർഡ് നിലവിലുള്ള വാർഡിൽ UDFന്റെ വികസന തുടർച്ച. ഈ 2 വാർഡിലും ഇതുവരെ നല്ല വികസനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇനിയും പല കാര്യങ്ങളും പല പദ്ധതികളും നമ്മൾ വാർഡിലേക്ക് എത്താനുണ്ട്. അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. വികസന തുടർച്ചയ്ക്ക് വോട്ട് രേഖപ്പെടുത്താനാണ് അഭ്യർത്ഥിക്കേണ്ടത്. കാരണം വെച്ചാൽ ഈ വാർഡിലെ ജനങ്ങൾക്കറിയാം നമ്മൾ ചെയ്ത കാര്യങ്ങൾ. UDFന്റെ രീതിയിൽ വികസനത്തിൽ ഈ 2 മെമ്പർമാരും കൊടുന്ന വികസന കാര്യങ്ങൾ ഈ വാർഡിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുപോലെ ഇനിയും എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ കാര്യങ്ങളും എന്ത് കാര്യങ്ങളും വികസന കാര്യങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കും. പിന്നെ വാർഡിലെ റോഡുകളുടെ വികസന കാര്യങ്ങളും അതുപോലെ അംഗനവാടികൾ, അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? നിലവിലിപ്പോൾ ഈ വാർഡിൽ ഇപ്പോൾ 2 അംഗനവാടി നിലവിലുണ്ട്. 15ലുണ്ട്, 16ലും നിലവിൽ 2 അംഗനവാടികളുണ്ട്. ഇനി നമ്മൾ ആളുകൾ സ്ഥലം തരികയാണെങ്കിൽ, സ്ഥലം വിട്ട് തരികയാണെന്നെങ്കിലും അതിന് ശ്രമിക്കുന്നുണ്ട്. സ്ഥലം 3 സെൻറ്റ് സ്ഥലം അനുവദിച്ച് കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് മുൻഗണനയായിട്ട് നമ്മൾ അംഗനവാടി കൊണ്ടുവരാൻ ഉള്ള പദ്ധതിയുണ്ട്. അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കാരണം റോഡിൻ്റെ എല്ലാ ഭാഗങ്ങളും ടാറിങ്ങും കോൺക്രീറ്റും ചെയ്യാത്ത റോഡ് ഇനിയില്ല. ഇനി ചുരുക്കം ഒരു റോഡ് മാത്രമേ ഉള്ളൂ നിലവിലുള്ള 16ാം വാർഡിൽ ടാറിങ് ചെയ്യാനുള്ളത്. അത് എല്ലാ കാര്യങ്ങളും അതിൻ്റെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ഥലവാസികളൊക്കെ എല്ലാം വിട്ട് തരും. കുറേയൊക്കെ ഏകദേശമൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ പരിഗണന തന്നെ ആ റോഡ് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ട് അത് കോൺക്രീറ്റോ ടാറിങ്ങോ ചെയ്യാനാണ് അതിനുള്ള ശ്രമത്തിലാണ്. പിന്നെ ജനങ്ങൾക്കറിയാം, രാഷ്ട്രീയം നോക്കാതെ എൻ്റെ മുൻകാലങ്ങളിലെ പ്രവർത്തനങ്ങളെ ഞാൻ ഇന്ന് സ്ഥാനാർത്ഥിയായി പെട്ടെന്ന് വന്ന് കുപ്പായിട്ട് വന്ന ആളല്ല. നമ്മൾ കുറേ കാലമായിട്ട് നമ്മളെ ഈ വാർഡിലും നമ്മളെ ഈ നാട്ടിലും ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തതെന്നുള്ള ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. എന്ത് കാര്യം ഉണ്ടായാലും എന്ത് കാര്യത്തിനും ഏത് സമയത്തും നമ്മളെ ഓടിയെത്താറുണ്ട്. ഇനിയും അതുപോലെ ഉണ്ടാവും. നാട്ടുകാർക്ക് എപ്പോഴും വിളിക്കാം, എപ്പോഴും കാണാം. ഏത് പാതിരാത്രി ആയാലും നമ്മളെല്ലാം ജനങ്ങളെ കൂടെ ഉണ്ടാവും. അത് ഈ വാർഡിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്ത് കാര്യത്തിനും വിളിച്ചാലും പിന്നെ ഞാൻ മുന്നിലുണ്ടാവും എന്നുള്ളത് ഇതിൻ്റെ മുൻകാര്യങ്ങളിലെ ചരിത്രം ഒക്കെ നോക്കിയാൽ എല്ലാവർക്കും അറിയാം. കുടിവെള്ളം സംബന്ധിച്ച് ചില പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇല്ല, അതിൽ യാതൊരു ഇതുമില്ല. കാരണം അത് എതിരാളികൾക്ക് എന്തും പറയാലോ. കാരണം നമ്മൾ ചെയ്തത് അവിടെയുള്ള ജനങ്ങൾക്കറിയാം. ആരാണ് ആ പൈപ്പ് ലൈന് മെയിൻ ലൈന് പൈപ്പ് ലൈന് കൊണ്ടുവന്നതും എന്നുള്ളതൊക്കെ ആ പ്രദേശത്തുള്ള വീട്ടുകാർക്കറിയാം. അത് കുപ്രചാരണം അവർ പലതും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം പറയും. പക്ഷെ ഞങ്ങളാണ് അവിടെ ഞങ്ങൾ പാർട്ടി ഫണ്ട് മുടക്കിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. കാരണം പഞ്ചായത്തിനോട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ പാർട്ടിയെ ഇടപെട്ടിട്ട് ആ ഫണ്ട് കൊടുത്തിട്ട് ഞങ്ങൾ ആ പദ്ധതി ചെയ്തത്.
അപ്പൊ ഈ പ്രചരണത്തിന്റെ ഇന്നിപ്പോ രാവിലെ ഇറങ്ങിയതാണ് പ്രചരണത്തിന്. എന്ത് തോന്നുന്നു, പൂർണ്ണ ആത്മവിശ്വാസത്തിലാണോ? നല്ല പൂർണ്ണ ഇതിലാണ്. കാരണം നല്ല ഭൂരിപക്ഷത്തിൽ, നല്ല വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നതാണ് എല്ലാവരുടെ അഭിപ്രായം. നമ്മളിപ്പോൾ ഇതുവരെ 4-5 റൗണ്ട് നടന്നല്ലോ, അതെല്ലാം കണ്ടിട്ട് നല്ല ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. കാരണം ജനങ്ങൾക്കറിയാം, ജനങ്ങൾ എല്ലാം അവരെ മനസ്സിൽ പതിഞ്ഞേക്കാണ്. പ്രചരണത്തിന്റെ തിരക്കിനിടയിൽ നമ്മോടൊപ്പം നിലവിലെ, അതായത് 16-ാം വാർഡ് മെമ്പറും അത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കൂടിയായ ശൈലജ പുനത്തിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തൊക്കെ ഈ പ്രചരണം അവസാന ലാപ്പിലെത്തിയിട്ടുണ്ട്? പ്രചരണമൊക്കെ നല്ല ഉഷാറാണ്, നല്ല പ്രതികരണമാണ്, ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ല പ്രതികരണമാണ്. ഞാൻ 10 വർഷമായിട്ട് ഒരേ വാർഡിൽ നിന്ന് വിജയിച്ച് വന്ന മെമ്പറാണ്. ലാസ്റ്റ് ഒരു വർഷം ഞാൻ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് ഞാൻ വികസന രംഗത്തും ക്ഷേമ രംഗത്തും എല്ലാ പദ്ധതികളും വാർഡിൽ ജനങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ജനങ്ങൾക്ക് നിങ്ങളും കൂടെ ഉണ്ടാവണം എന്നാണ് ജനങ്ങൾ പറയാറുള്ളത്. ഫസ്റ്റ് ഞാൻ കയറിയപ്പോൾ തന്നെ 5 ലക്ഷത്തിൻ്റെ ഒരു റോഡാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ വാർഡിലെ എല്ലാ റോഡുകളും, പുതിയ റോഡുകളും പഴയ റോഡ് റീടാറിങ്ങും എല്ലാതും ഞാൻ ചെയ്തിട്ടുണ്ട്. വികസന തുടർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ നമ്മുടെ മുസ്തഫാക്ക നമ്മുടെ കൂടെ എന്നും എപ്പം ഉണ്ടാവും. എല്ലാവരും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കുടിവെള്ളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളോട് വിട പറഞ്ഞ ഞങ്ങളുടെ പഴയ സാരഥിയായിരുന്ന OC ഹനീഫ സാഹിബ് 50 വീട്ടുകൾക്ക് വേണ്ടി ഒരു കുടിവെള്ള പദ്ധതി ആരംഭിക്കുകയുണ്ടായി അദ്ദേഹം മെമ്പറായിരുന്ന സമയത്ത്. എന്നാൽ ഇന്ന് 400-ൽ പരം കണക്ഷൻ കൊടുത്തുകൊണ്ട് 2 കുടിവെള്ള സംഭരണ ശേഷിയോട് 2 ടാങ്കുകളുടെ സംഭരണ ശേഷിയുള്ള ഒരു പദ്ധതിയാക്കി മാറ്റിയത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് കുടിവെള്ളത്തെ സംബന്ധിച്ച് ആരെങ്കിലും അതിൻ്റെ അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ അവരോട് പറയാനുള്ളത്, കഴിഞ്ഞകാല UDF ഭരണസമിതികളും അതിൻ്റെ പ്രവർത്തകരും അതിൻ്റെ മെമ്പർമാരും മാത്രമാണ് അതിൻ്റെ അടിത്തറ ഇട്ടതെന്നും ഇപ്പോൾ ആരെങ്കിലും അതിൻ്റെ അവകാശവാദം ഉന്നയിച്ച് വരുന്നത് ഒരു കബളിപ്പിക്കലാണെന്നും ഈ നാട്ടുകാർക്കറിയാം. ഒരു 8-ലധികം വീട്ടുകാർക്ക് കുടിവെള്ളം കിട്ടാത്തൊരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ അരീത്തല പള്ളിയുടെ മുമ്പിൽ നിന്നുള്ള വാട്ടർ ടാങ്കിൽ നിന്ന് കുടിവെള്ള കണക്ഷൻ കൊടുക്കാനുള്ള സംവിധാനം ചെയ്തത് നമ്മുടെ നാസർ മലയിൽ. ഇതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ പ്രവർത്തകരും കൂടി ചേർന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കക്ഷിയുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ കക്ഷിയുടെ അവരുടെ കൂടി സ്വന്തം ഫണ്ട് ഉപയോഗിച്ചാണ്. കാരണം പഞ്ചായത്ത് ഫണ്ട് വരെ കാത്തു നിൽക്കാൻ നിന്നില്ല. ആ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. ഏതായാലും കുടിവെള്ളത്തെ സംബന്ധിച്ച് ഇവിടെ ആർക്കും ഒരു പരാതിയില്ല, ലഭ്യമല്ല എന്ന് ഒരു വീട്ടുകാരും ഞങ്ങളോട് പരാതിയും പറഞ്ഞിട്ടില്ല. 19 വാർഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 16-15 വാർഡുകളാണ് ഇപ്പോൾ ഒരു വാർഡായിക്കൊണ്ട് അതിൻ്റെ ചില ഭാഗങ്ങളായിട്ടാണ് ഇപ്പോൾ കൊളപ്പുറം ഹൈസ്കൂളിൻ്റെ കൂമ്പഞ്ചന റോഡ് മുതൽ ചോലക്കൽ വരെ ബാധിക്കുന്ന ഈ 19-ാം വാർഡ്. നമുക്കറിയാം മുസ്തഫാക്ക എന്ന് പറയുന്നത് 16-ാം വാർഡിലെ ശൈലജാപുരത്തിൽ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഏറനാട് പഞ്ചായത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെച്ചതാണ്. അത് പൂർണ്ണ വിശ്വാസമുണ്ട്. മൂപ്പര് ചെയ്ത ഒരുപാട് പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഏത് സമയങ്ങളും വിളിച്ചിട്ടുണ്ടെങ്കിൽ മുസ്തഫാക്കാൻ്റെ ഏത് സമയത്തും നമ്മളെ കൂടെ ഇറങ്ങി വരാൻ മൂപ്പര് തയ്യാറാണ്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം കൂമഞ്ചന കുടിവെള്ള പദ്ധതിയിൽ അവിടെ വെള്ളം കിട്ടാത്തൊരു ഏരിയ ആയിരുന്നു നമ്മളെ അത്താണി ഭാഗം. അവിടെ 8ഓളം വീടുകൾക്ക് വെള്ളം കിട്ടാത്ത വലിയ പ്രയാസം ഉണ്ടായിരുന്നു. അതാണ് ഓങ്ങിലെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇവിടുന്ന് കണക്ഷന് പെട്ടെന്ന് അവർക്ക് വെള്ളം കിട്ടാത്തൊരു പ്രശ്നം വന്നപ്പോൾ അവർക്ക് കോൺഗ്രസ് കമ്മിറ്റി അവർ പൈസ സ്വീകരിച്ച് ആ ലൈൻ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം നടത്തിയത്. അതുപോലെ തന്നെ പറയാൻ പറ്റും അത് നടത്തി അവർക്ക് കണക്ഷന് അവർക്ക് വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുത്തത്. നമുക്കറിയാം കൂമഞ്ചനയിൽ അവിടെ ആ ഭാഗങ്ങളിലായിട്ട് ഈ 16-ാം വാർഡായിരുന്ന വൈസ് പ്രസിഡന്റ് ഒരുപാട് കൂമഞ്ചന അംഗനവാടി അതുപോലെ തന്നെ ആ റോഡും ഫുള്ളായിട്ട് ഫുള്ളായിട്ട് 16-ാം വാർഡിൽ പെടുന്ന മുഴുവൻ റോഡുകളും ആ ഭാഗം ഫുള്ളായിട്ട് ധാരിങ് ചെയ്തത്. വികസനത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. അത് തുടർന്ന് നമുക്ക് ഇവിടെ കാഴ്ചവെക്കണമെങ്കിൽ നമ്മൾ മുസ്തഫാക്ക നല്ല ഭൂരിപക്ഷത്തിൽ UDFൻ്റെ 3 സ്ഥാനാർത്ഥികളും ബ്ലോക്കിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും നമ്മളെ ഗ്രാമപഞ്ചായത്തിലേക്കും ഈ വാർഡിലേക്കുള്ള വലിയ വലിയ വികസനം കൊണ്ടുവരണമെങ്കിൽ ഈ 3 ആളും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ച് വരണം എന്നുള്ള പറയാനത്. അതിന് നിങ്ങളെല്ലാവരും കാരുണ്യം ഉണ്ടാകണമെന്നും കൂടി നിങ്ങളെ അറിയിച്ചോളൂ. ജയിക്കുന്നുള്ള തന്നെ പ്രതീക്ഷ. കാരണം മുസ്തഫാക്കക്ക് ചെയ്യാൻ കഴിയുന്ന
പ്രവർത്തികൾ തന്നെയാണ് ഇവിടെ ഉള്ളൂ. പിന്നെ യുവാക്കൾ 100% മൂപ്പരുടെ കൂടെ മുസ്താഖിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എല്ലാവരും വിജയപ്രതീക്ഷയിൽ തന്നെയാണോ? 100% ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും മുസ്തഫ. യാതൊരു സംശയമില്ല. മുസ്തഫ ജയിക്കും.